ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു പുഡിങ്ങായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ബ്രെഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 8 എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ സ്ലൈസസ് ഒക്കെ ആണെങ്കിൽ 6 വരെ എടുത്താലും മതിയാവും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബ്രെഡ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ സൈഡിലുള്ള ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒന്നിക്ക് നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇനി നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാദ്യം ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഓയിൽ ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കുമ്പോഴാണ്. പിന്നെ ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറയാനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ഈ 1/4 കപ്പ് മതിയാവില്ല, പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പീസസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ചെറിയ നേന്ത്രപ്പഴം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർക്കണം നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഈ നേന്ത്രപ്പഴത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റോബസ്റ്റ പഴം വെച്ചിട്ടും ചെയ്യാം. അതിലിപ്പോൾ കുറച്ച് പാലിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 1 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് ശേഷം കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൽ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ബ്രെഡിൽ ഉപ്പുണ്ടാവും, അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി നമുക്ക് ഓവനിലോ സ്റ്റൗ ടോപ്പിലോ ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രമായാലും എടുക്കാം. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കാതെ വിട്ട് കിട്ടാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുക്കറോ സോസ് പാനോ കടായോ ഏത് തരത്തിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മേലെയും കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു പഴയ പാൻ എന്തെങ്കിലും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടാവണം. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കേണ്ടത്. ഡയറക്റ്റായിട്ട് നമ്മൾ സ്റ്റവിൻ്റെ മേലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേവാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ പാത്രം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 15 മുതൽ 18 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ബേക്കായി വരും. പിന്നെ ചിലപ്പോൾ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബേക്കായി നിർത്താം. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇതിപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്തുകൊണ്ട് മേൽഭാഗം കളറൊന്നും അങ്ങനെ മാറില്ല, ഈ ഒരു കളറിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ മേൽഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് മൊരിയിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയതിന് ശേഷം ഈ പാനിൽ വീണ്ടും കുറച്ചും കൂടി ബട്ടർ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറിയ ചൂടോടെയും കഴിക്കാം, അതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്